പ്രധാനമന്ത്രിക്ക് അനുഗ്രഹാശംസകൾ നേർന്ന് മുതിർന്ന നേതാക്കളായ എൽ.കെ. അദ്വാനിയും മുരളി മനോഹർ ജോഷിയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ഇരു നേതാക്കളുടെയും വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു. കൂടാതെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും പ്രധാനമന്ത്രി വസതിയിലെത്തി കണ്ടു. രാഷ്ട്രം മൂന്നാം തവണയും ബി.ജെ.പിയിൽ വിശ്വാസവും പ്രതീക്ഷയും അർപ്പിച്ചു. മുതിർന്ന നേതാക്കളുടെ ത്യാഗവും വിയർപ്പുമൊക്കെ ഈ വിജയത്തിനും ആധാരമായതായാണ് ബി.ജെ.പി നേതാക്കൾ വ്യക്തമാക്കിയത്. പിന്നാലെയാണ് എൽ.കെ. അദ്വാനിയുടെയും മുരളി മനോഹർ ജോഷിയുടെയും അനുഗ്രഹം തേടി ഇരുവരുടെയും വസതിയിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയത്. എൻ.ഡി.എയുടെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞ് പ്രധാനമന്ത്രി ആദ്യമെത്തിയത് എൽ.കെ. അദ്വാനിയുടെ വസതിയിലാണ്. തുടർന്ന് മുരളി മനോഹർ ജോഷിയെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. പൊന്നാട അണിയിച്ചാണ് മുരളി മനോഹർ ജോഷി നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്. അരമണിക്കൂറോളം മുരളി മനോഹർ ജോഷിക്കൊപ്പം ചെലവഴിച്ച പ്രധാനമന്ത്രി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുതിർന്ന നേതാവിനെ ധരിപ്പിച്ചതായാണ് വിവരം. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വസതിയിലെത്തിയ പ്രധാനമന്ത്രിയെ കുടുംബസമേതമാണ് സ്വീകരിച്ചത്. പ്രധാനമന്ത്രിക്ക് മധുരം നൽകിയ രാംനാഥ് കോവിന്ദിന്റെ കുടുംബം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന് ആശംസകളും നേർന്നു. ജനം, ഡൽഹി.